NLPയുടെ മറ്റൊരു മോഡ്യൂളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇൻഫ്ലുവൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് NLP ഇതുവരെ നിങ്ങൾ പഠിച്ചതിനപ്പുറം വലിയൊരു സാധ്യതയിലേക്കാണ് തുറക്കുന്നത്. ഇതുവരെ NLP പഠിച്ചപ്പോൾ നമ്മൾ പല ടെക്നിക്കുകൾ പഠിക്കുന്നു. ആ ടെക്നിക്കുകൾ പല രീതിയിൽ മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുകയും അവരിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുത്തുകയും ചെയ്യുന്നു. നമ്മളിൽ തന്നെയും മറ്റുള്ളവരിലും ഒക്കെ മാറ്റങ്ങൾ വരുത്താനുള്ള ടെക്നിക്കുകൾ. ആക്ച്വലി ആ ടെക്നിക്കുകളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതൊരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അതായത് നമ്മൾ അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു. ഒന്നുകിൽ നമ്മൾ നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു, അങ്ങനെ നമ്മളിൽ മാറ്റങ്ങൾ വരുത്തുന്നു. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു, അവരിൽ മാറ്റങ്ങൾ വരുത്തുന്നു. അങ്ങനെ ജനറലായിട്ടുള്ള കുറേ ടെക്നിക്കുകളിലൂടെ, വളരെ പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കുകളിലൂടെ. എന്നാൽ ഇനി നമ്മൾ സംസാരിക്കുന്നതിനകത്ത് പ്രകടമായിട്ട് ഉള്ള ടെക്നിക്കുകളില്ലാതെ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ ഒരു കോൺവെർസേഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാധീനിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരാളുടെ മനസ്സിനെ സ്വാധീനിച്ചാൽ മാത്രമേ അവരിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുള്ളൂ. സ്വാധീനിക്കാതെ അവരിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. വേറൊരാളിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് അവരുടെ മനസ്സിനെ സ്വാധീനിക്കുക തന്നെ വേണം. അപ്പോൾ അതിനാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഫലപ്രദമായ ആശയവിനിമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയത്തെ നമ്മൾ ആരിലേക്കാണോ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവരിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിക്കുക. അതാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫലപ്രദമായ ആശയവിനിമയം എന്ന് പറയുന്നത്. എന്നാൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനോടൊപ്പം അതൊരു ഇൻഫ്ലുവൻസീവ് കൂടി ആവുക, അല്ലെങ്കിൽ അത് ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആശയം അവരുടെ മനസ്സിലേക്ക് എത്തിക്കുകയും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഫലം അതിൽ നിന്നുണ്ടാവുകയും ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുകയും കൂടി ചെയ്യുക. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവരുടെ പ്രവൃത്തിയെ കൊണ്ടുവരിക, ബിഹേവിയറിനെ കൊണ്ടുവരിക. അതൊരു പക്ഷേ അവരുടെ ഗുണത്തിന് വേണ്ടിയാകാം, അതല്ല നമ്മളുടെ ഗുണത്തിന് വേണ്ടിയും ആകാം. അപ്പോൾ നമ്മളുടെ ഗുണത്തിന് വേണ്ടി നമ്മൾ മറ്റൊരാളുടെ മനസ്സിനെ സ്വാധീനിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിയെ പൊതുവേ ആൾക്കാർ NLP ഒരു മാനിപ്പുലേഷൻ ടാക്ടിക്സ് ആണ് എന്ന് പ്രചരിപ്പിക്കാറുണ്ട്. എന്നാൽ അങ്ങനൊരു വേർഡ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ആക്ച്വലി നമുക്ക് അങ്ങനെ ഒരാളെ വെറുതെ അങ്ങനെയൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാനൊന്നും സാധ്യമല്ല. മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനൊരു റോങ് ഐഡിയ ആണ്. അതായത് നമ്മൾ മറ്റുള്ളവരെ ഭയപ്പെടുത്തിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്രൈബ് ചെയ്തോ പ്രലോഭിപ്പിച്ചോ ഒക്കെ നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിക്കുന്നതിനെയാണ് ശരിക്കും മാനിപ്പുലേഷൻ എന്നുള്ള വാക്ക് യോജിക്കുക. അപ്പോൾ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് NLP പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ ഭയപ്പെടുത്തുന്നില്ല ആരെയും, അതുപോലെ തന്നെ ആരെയും പ്രലോഭിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്ത് ഒരാളുടെ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി ഈവൻ മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനൊക്കെയാണ് നമ്മൾ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. NLP ബേസിക്കലി അങ്ങനെ ചെയ്യാൻ NLP പഠിക്കേണ്ട കാര്യമില്ല. NLP അങ്ങനെ ചെയ്യുന്നവർക്ക് NLP പഠിച്ചിട്ട് പോയത് ചെയ്യേണ്ട കാര്യമില്ല. NLP പഠിക്കാതെ വേണമെങ്കിലും അതൊരാൾക്ക് ചെയ്യാം. എന്നാൽ NLPയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവരെ ഭയപ്പെടുത്തുകയോ അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുകയോ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കുറേ ചെയ്യിക്കുകയോ അങ്ങനെയൊന്നുമല്ല. NLP എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. അതായത് നമുക്ക് ഒരു കാര്യം വേണം ഒരാളിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം നമ്മുടെ ഗ്രോത്തിനോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തിനെങ്കിലും പല കാര്യങ്ങൾക്ക് നമുക്കൊരാളുടെ ഹെൽപ്പ് വേണം എങ്കിൽ വെറുതെ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യൊന്നുമില്ല. ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് ബെഗ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അതല്ലാതെ ഒരാൾ വെറുതെ നമുക്കൊരു ഹെൽപ്പ് ചെയ്യില്ല. നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അയാൾ നമ്മളൊരു നല്ല സുഹൃത്താണെങ്കിൽ, അല്ലേ, ഒരു പക്ഷേ നല്ലൊരു സുഹൃത്താണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യം നമ്മൾ പറയുക പോലും ചെയ്യേണ്ട, അവരത് അറിഞ്ഞ് കറക്റ്റായിട്ട് നമുക്ക് ഉള്ള ഹെൽപ്പ് ചെയ്യും. നല്ലൊരു സുഹൃത്താണ്. അതാണ് നല്ലൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് കിട്ടും. നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ എന്നാൽ എങ്ങനെ നല്ലൊരു സൗഹൃദം ബിൽഡ് ചെയ്യാം, അവിടെ NLP നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, അതുപോലെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന്
അവരുടെ സഹായങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ വന്നൊരാൾ സഹായിക്കില്ലല്ലോ. അപ്പോൾ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതും. അപ്പോൾ സൗഹൃദം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലൊരു സൈക്കോളജി ഉണ്ട്. NLPയുടെ ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്, സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളെ കുറച്ചും കൂടി ഒന്ന് ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് NLPയിലെ ടെക്നിക്കുകളെല്ലാം. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ടെക്നിക്കുകളും പഠിച്ചു. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ ലോസായി, നമുക്ക് നഷ്ടപ്പെട്ടു, നമുക്ക് വളരെയധികം പെയിൻ ഉണ്ടാകുന്നു. ആ പെയിൻ കൊണ്ട് നമ്മൾ കുറേ നാൾ നമ്മുടെ ജീവിതത്തിൽ ആ പെയിൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരുപക്ഷെ ഒരു വർഷം വരെയൊക്കെ വളരെ പെയിൻഫുൾ ആയിരിക്കാം. പക്ഷേ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം 2 വർഷം കഴിയുമ്പോൾ ഇത് സ്വാഭാവികമായി ഇല്ലാതാകുന്നു. ആ പെയിൻ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ NLP എന്താണ് ചെയ്യുന്നത്, ആ ഒരു 2 വർഷം കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് നടക്കുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണോ സ്വാഭാവികമായി ഇത് ഇല്ലാതാകുന്നത്, ആ പ്രോസസ്സിനെ വളരെ വേഗത്തിൽ ഒരുപക്ഷെ 1 മണിക്കൂർ കൊണ്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സ് 1 വർഷം കൊണ്ട് സംഭവിക്കേണ്ട, ഒരു നാച്ചുറലി സംഭവിക്കേണ്ട ഒരു പ്രോസസ്സിനെ 1 മണിക്കൂർ കൊണ്ട് സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് വേഗത്തിലാക്കുന്നു. എന്ന് പറയുന്ന പോലെ നമുക്കൊരു സാധാരണ ഒരു സൗഹൃദം ഉണ്ടാവുക, ഒരാളോട് സൗഹൃദം ഉണ്ടാകുന്നത് ഒരു നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതാണ് അല്ലേ. അത് ഒരു പക്ഷേ നമ്മളൊരാളോട് കണ്ടു, അവരോട് സംസാരിച്ചു, കുറേ നാൾ ഇടപഴകി, അങ്ങനെ കുറേ കാലക്രമേണയായിരിക്കും നല്ലൊരു സൗഹൃദം പെട്ടെന്ന് ഉണ്ടാവുന്നത്. എന്നാൽ NLPയുടെ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരാളോട്ടൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമുക്ക് ആവശ്യമെങ്കിൽ. അപ്പോൾ അതാണ് NLP നമ്മളെ സഹായിക്കുന്നത്. അല്ലാണ്ട് NLP ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കോ ടാക്ടിക്സോ അല്ല. ഒരാളെ കൊണ്ട് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയൊന്നും അല്ല. നല്ല റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കും, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സൗഹൃദം എന്ന് പറയുമ്പോൾ അതൊരു ഗീവ് ആൻഡ് ടേക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്, അതൊരു വിൻ വിൻ ആണ്. അല്ലാതെ സൗഹൃദം പോകത്തില്ല അല്ലേ. ഇപ്പോൾ ഒരാൾ മാത്രം സഹിക്കുകയും ഒരാൾ മാത്രം ഒരാൾക്ക് വേണ്ടി മരിക്കാനും തയ്യാറാകുകയും വേറൊരാളെല്ലാം എൻജോയ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു നല്ല റിലേഷൻഷിപ്പല്ല. ഒരിക്കലും അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പല്ല. അതിനെ നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നാണ്. അതിനെയൊന്നും നമുക്കൊരിക്കലും എൻകറേജ് ചെയ്യാനും കഴിയില്ല. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോൾ NLPയുടെ സഹായം കൊണ്ട് അത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ NLP ഇല്ലാതെ തന്നെ അതൊക്കെ അങ്ങനെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു സൈക്കോളജിക്കൽ സ്കിൽസ് പൊതുവേ കൂടുതൽ ഉള്ള ആൾക്കാർക്ക് അതും കൂടെ അവർ ഉപയോഗിക്കും. അവരുടെ കയ്യിലൊരു വെപ്പൺ കിട്ടുമ്പോൾ അവർ ഉപയോഗിക്കും. അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവം എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ NLPയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു ടൂളിനെ അല്ല കുറ്റം പറയേണ്ടത്. ടൂളല്ല, കാരണം അത് ആ ഒരു മനുഷ്യൻ്റെ സ്വഭാവമാണ്. അപ്പോൾ അയാളുടെ ഒരു റോങ് പേഴ്സൻ്റെ കയ്യിൽ ഒരു വെപ്പൺ കിട്ടുന്ന പോലെയാണത്. അപ്പോൾ നമ്മൾ റോങ് പേഴ്സൺ ആകാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. അല്ലാതെ ഈ ഒരു ടെക്നോളജി ഈസ് വണ്ടർഫുൾ ടെക്നോളജി. യു ക്യാൻ ഡെവലപ്പ് ഗുഡ് റിലേഷൻഷിപ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ള ബന്ധങ്ങളെ നമുക്കൊന്ന് റിപ്പയർ ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഇൻഫ്ലുവൻഷ്യൽ കമ്മ്യൂണിക്കേഷനിലൂടെ. അപ്പോൾ എങ്ങനെയാണ് ഇൻഫ്ലുവൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? അപ്പോൾ NLP പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ NLP അല്ലാതെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ, അതിനകത്ത് അങ്ങനെയുള്ള സാധാരണഗതിയിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റാപ്പോർട്ട് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. റാപ്പോ എന്ന് നമ്മൾ പറയുന്നത് ചുരുക്കത്തിൽ അല്ലേ, റാപ്പോർട്ട് ബിൽഡ് ചെയ്യുക. എന്താണ് റാപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി ഹാർമോണിയസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മളൊരാളെ കാണുന്നു, അപ്പോൾ ഒരു റാപ്പോ ബിൽഡ് ചെയ്യുക. മ്യൂച്വലി എഗ്രി ചെയ്യപ്പെടുന്ന, മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതമായ, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ എമ്പതറ്റിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങാനായിട്ടുള്ള, ഫ്ലോ ചെയ്യാനായിട്ടുള്ള, നല്ലൊരു കമ്മ്യൂണിക്കേഷനുമായിട്ട് കൊണ്ടുപോകാൻ തക്ക രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രി ചെയ്യുന്ന രീതിയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എമ്പതറ്റിക് ആയിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. അതാണ് റാപ്പോ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഈസ് വിത്ത് ആൻഡ് റെസ്പോൺസീവ് ടു അനദർ പേഴ്സൺ. നമ്മൾ ഒരാളുടെ സാന്നിധ്യത്തിൽ നമുക്ക് ഒരു സ്വസ്ഥതയും ഒരു സുഖവും ഉണ്ടാകുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ എന്ന് പറയുന്നതാണ് റാപ്പോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാപ്പോ ബിൽഡ് ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ പല രീതി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്തിനാണ് റാപ്പോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് റാപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക.
ഈ എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തി, ഞാൻ അയാളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. ഒരു പക്ഷേ നമുക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇയാൾ നമ്മളെ ഇത് കേട്ടിട്ട് വഞ്ചിക്കില്ല, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മളെ ഒരിക്കൽ എന്ത് ചെയ്യുക, ബ്ലാക്ക് മെയിൽ ചെയ്യില്ല എന്നൊക്കെ നമുക്കൊരു ഒരു ഉറപ്പുണ്ടെങ്കിലേ നമ്മൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ റാപ്പോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഉള്ള റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുക. അതുപോലെ തന്നെ സോഷ്യലി നമ്മൾ ഉള്ള നമ്മുടെ കണക്ഷൻസ് കുറച്ചും കൂടെ ബലവത്താക്കുക. ഈവൻ നമ്മുടെ ബിസിനസ്സിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാനായിട്ട് നമുക്ക് റാപ്പോ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, ഒരു പക്ഷേ നമ്മളൊരു ബിസിനസ്സിൻ്റെ പാർട്ടാണെങ്കിൽ ആ ബിസിനസ്സിലുള്ള മറ്റുള്ള എംപ്ലോയീസ്, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ അതോറിറ്റീസിലുള്ള ആൾക്കാർ, ഗവൺമെൻറ് അതോറിറ്റീസിലുള്ള ആൾക്കാർ, ഇങ്ങനെ പലവിധ ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപഴകുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ബന്ധം ഉണ്ടെങ്കിൽ ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ റാപ്പോ വളരെ അത്യാവശ്യമാണ്. റാപ്പോയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മിറർ ന്യൂറോൺസിനെ കുറിച്ച് അറിഞ്ഞിരുന്നത് നന്നായി. മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ മിറർ ന്യൂറോൺ ഇസ് എ ന്യൂറോൺ ദാറ്റ് ഫയർസ് ബോത്ത് വെൻ ആൻ ഇൻഡിവിജ്വൽ പെർഫോംസ് ആൻ ആക്ഷൻ and when the individual observe the same action performed by the another individual. ഒരാൾക്കൊരു പെയിൻ ഉണ്ടാകുന്ന നമ്മൾ കാണുമ്പോൾ നമുക്കും ആ പെയിൻ ഫീൽ ചെയ്യുന്നു. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിറർ ന്യൂറോൺസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മിറർ ന്യൂറോൺസ് ആണ് അങ്ങനെ ഉണ്ടാകുന്നത്. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ചില അതിനകത്തെ കഥാപാത്രങ്ങളെ ഒരാൾ അടിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുമ്പോൾ നമുക്കും കൂടെ അതുപോലെ പെയിൻ ഉണ്ടാകുന്നു. ഈവൻ റിയൽ ലൈഫിൽ വേറൊരാൾക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ നമുക്കും അതേപോലെ തന്നെ ആ ഒരു ഫീൽ ഉണ്ടാകുന്നു. വേറൊരാളുടെ കൈ മുറിയുന്ന കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്ന് വെക്കുന്നു. എന്താണ്? ഇതൊക്കെ മിറർ ന്യൂറോൺസിൻ്റെ വർക്കാണ്. ഇങ്ങനെയാണ് വേറൊരാൾക്ക് ഉണ്ടാകുന്നൊരു സാധനം നമുക്കും അതേപോലെ ഫീൽ ചെയ്യുന്നു. ഇതാണ് മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, വേറൊരാളായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ട്. ഇത് തൽക്കാലം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് ഞാൻ ഇനി പുറകെ വരുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി റാപ്പോ ബിൽഡ് ചെയ്യാനായിട്ട് സാധാരണഗതിയിലുള്ള ടാക്ടീസ് എന്തൊക്കെയാണ്? 6 ടാക്ടീസാണ് ബേസിക്കലി പറയാറുള്ളത്. ഒന്ന്, നല്ലൊരു ഇൻട്രൊഡക്ഷൻ. നമ്മൾ സ്വയം പരിചയപ്പെടുത്തുക, അല്ലേ? ഹലോ, നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ്. ഹായ്, എൻ്റെ പേര് ശ്രീകാന്ത് എന്നാണ്, ഞാൻ ഇവിടുന്ന് വരുന്നു, എന്താണ് പേര്? അപ്പോൾ നമ്മൾ സ്വന്തം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവരോട് ചോദിക്കുക. അപ്പോൾ സ്വയം, അതാണ് അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. നേരെ എന്നിട്ട് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുക. ചില ആൾക്കാരുണ്ട്, പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ചില ആൾക്കാർ നമ്മളെ വിളിക്കും, നമ്മുടെ ഫോൺ നമ്പർ ഇൻ്റർനെറ്റിലോ എവിടെ നിന്നില്ല, അല്ല യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടിയിട്ട് വിളിച്ചിട്ട് ഹലോ, എന്നിട്ട് ചോദിക്കും എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഹലോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഹലോ എന്ന് പറയുന്ന ഉടനെ തന്നെ ആദ്യം ചോദിക്കുന്നത് എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ചില ആൾക്കാർ ചോദിക്കും ഹലോ, നമ്മൾ മറുപടി പറഞ്ഞ ഉടനെ തന്നെ ഫോണിൽ എവിടെയാണ് താമസിക്കുന്നത്? ആക്ച്വലി ബേസിക്കലി നമ്മളോട് ആരോടായാലും അങ്ങനെ ഒരാൾ നേരെ ഒരു പരിചയമില്ല, നമുക്കൊരു അൺനോൺ നമ്പർ വരുന്നു, നമ്മൾ ഫോൺ എടുക്കുന്നു, ആ നമ്പറിൽ ആദ്യം വന്നിട്ട് അയാൾ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, നിങ്ങളിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല, അല്ലേ? അപ്പം ആദ്യം ഒരു മര്യാദ എന്ന് പറയുന്നത്, ഒരു ഫോൺ ചെയ്താലായിക്കോട്ടെ, നേരിട്ട് കാണുമ്പോഴായിക്കോട്ടെ, നമ്മളാദ്യം അവരെ സ്വയം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വേണം അവരെക്കുറിച്ച് ചോദിക്കാൻ. നമ്മുടെ പേര് പറയുക, നമ്മൾ എവിടുന്ന് വരുന്നു, ഞാൻ ആരാണ് എന്ന് മിനിമം ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് അവരോട് ചോദിക്കുക എന്ന് പറയുന്നത്. അതാണ് റാപ്പോ ബിൽഡ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. 2, അതിനുശേഷം അവർ പറയുന്നത് നമ്മൾ ആക്റ്റീവ്ലി ലിസൺ ചെയ്യുക, നല്ലവണ്ണം കേൾക്കാൻ സാധിക്കുക, നമ്മൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ. പല ആൾക്കാരുടെയും വിചാരം എന്ന് വെച്ചാൽ നല്ല ബന്ധം ഉണ്ടാക്കാൻ ഇങ്ങനെ വള എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ നല്ലൊരു കേൾവിക്കാരന് പെട്ടെന്ന് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. നല്ല സെയിൽസ്മാന്മാർ ഒരുപാട് സംസാരിക്കില്ല. ഒരുപാട് സംസാരിക്കുന്നൊരു ഓവർ സ്മാർട്ട് കാണിക്കുകയുള്ളൂ. അവർക്ക് അങ്ങനെ നല്ല രീതിയിലുള്ള ഹൈ ലെവൽ പ്രീമിയം സെയിൽസ് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ വഴിയോര കച്ചവടക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു പ്രീമിയം സെയിൽസുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരുപാട് സംസാരിക്കില്ല. നിങ്ങൾ നല്ല ഒരു പ്രോഡക്റ്റ് സർവീസൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സെയിൽസ്മാർ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാദ്യമായിട്ട് സാറിന് എന്താണ് വേണ്ടത്, അവർ നമ്മളെ കേൾക്കാനായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. നമുക്ക് എന്ത് വേണം, അപ്പോൾ നമ്മൾ പറയും എനിക്കത് വേണം ഇത് വേണം. അപ്പോൾ അവർ കൂടുതലും നമ്മളോട് ഇങ്ങോട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങളായിരിക്കും അവർ ചോദിക്കുക.
ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറയുന്ന ഒരു ക്ഷമയോടെ കേട്ടിരിക്കും. എന്നിട്ട് അവർ നമ്മളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക, നമ്മൾ ഏത് തരത്തിലുള്ള ഒരു വ്യക്തിയാണ്, നമ്മുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഏകദേശം നല്ലൊരു ധാരണ കിട്ടിക്കഴിയുമ്പം അവർ ലാസ്റ്റ് ഒരു സാർ ഈ പറയുന്നതൊക്കെ വെച്ച് നോക്കിയാൽ സാറിന് പറ്റിയ പ്രോഡക്റ്റ് ഇതായിരിക്കും, അല്ലെങ്കിൽ സാറിന് ഈ ഒരു സർവീസ് നന്നായിരിക്കും. അപ്പോൾ നമുക്കത് ഭയങ്കര ഹാപ്പിയാകും കാരണം നമ്മളെ മനസ്സിലാക്കി ഒരാൾ നമുക്കൊരു നല്ലൊരു അഡ്വൈസ് തന്നു. അപ്പോൾ നമുക്ക് ആ ഒരു സെയിൽസ്മാനോട് ഭയങ്കര ഒരു സ്നേഹവും ബഹുമാനവും തോന്നും. അതേസമയം കുറേ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് ഉണ്ട്, ഈ പ്രോഡക്റ്റ് ഉണ്ട്, അതിങ്ങനെയാണ്, അത് നല്ലതാണ്, ഇത് എന്ന് പറഞ്ഞ് കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് കേട്ട് നമ്മൾ ഫെഡപ്പായി പോകത്തേ ഉള്ളൂ, അല്ലേ? അപ്പോൾ നമുക്കങ്ങനെ എല്ലാം കേൾക്കേണ്ട കാര്യമില്ല. ഒരു ആസ് എ കസ്റ്റമർ നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്കിത് എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള സയൻറ്റിഫിക് വശങ്ങളെക്കുറിച്ച് നമുക്കറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മളവിടെ ചെല്ലുന്നത് നമ്മളൊരു ആവശ്യമുണ്ട്, നമുക്ക് ആവശ്യമുള്ളൊരു സാധനം കിട്ടുക എന്നുള്ളതാണ്. അത് ക്ഷമാപൂർവ്വം കേട്ടിട്ട് നമ്മളെ മനസ്സിലാക്കി നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്, നമ്മുടെ സ്വഭാവം എന്താണ്, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, ഇതൊക്കെ അത് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് അയാൾ നമ്മളെ മനസ്സിലാക്കി നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, ഇത് നന്നായിരിക്കും, അല്ലെങ്കിൽ 1 or 2 ഓപ്ഷൻ, ഇത് രണ്ടിലേതെങ്കിലും സാറിന് ബെറ്റർ ആയിരിക്കും, ഇതിലേത് കളറാണ് ഇഷ്ടം. അങ്ങനെ ലാസ്റ്റ് ഒരു 2 എടുത്തിട്ട് അതിൻ്റെ ഒരു ഓപ്ഷൻ ചോദിച്ച് അവർ ആ സെയിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യും. അത് അവരുടെ സെയിലും ക്ലോസ് ചെയ്തു, അതുപോലെ തന്നെ കസ്റ്റമർ എന്നുള്ള രീതിക്ക് നമ്മൾ വളരെ ഹാപ്പി ആവുകയും ചെയ്യും. അതാണ് ലിസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ലിസൺ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറഞ്ഞാണ് ഈ എൻഗേജിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ആക്റ്റീവ് ലിസണിങ് വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻഗേജിങ് ക്വസ്റ്റ്യൻസ് വേണം. അതായത് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കാതെ, സാറിന് അത് ഇഷ്ടമാണോ എന്ന് ചോദിക്കാതെ, സാറിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ എന്ന് പറയും, അല്ലെങ്കിൽ എൻഗേജിങ് ക്വസ്റ്റ്യൻ എന്ന് പറയും. ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ടാകും. അതിനകത്ത് യെസ് ഓർ നോ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റുന്ന ചോദ്യമല്ല. അപ്പോൾ എൻഗേജിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ബോഡി ലാംഗ്വേജ്, നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക. പൊതുവേ ഓപ്പണായിട്ടുള്ള ബോഡി ലാംഗ്വേജ്, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ്, നമ്മൾ നെർവസ് ആകാതെ, അല്ലെങ്കിൽ ഒരു ഭീരുവിനെ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്ന പോലെയൊക്കെയുള്ള ഒരു മെൻറ്റാലിറ്റി വരുമ്പോൾ നോർമലി നമ്മുടെ ബോഡി ലാംഗ്വേജ് ആ രീതി മാറും. അപ്പോൾ നമ്മൾ ഓപ്പണായിരിക്കുകയും നമ്മുടെ ബോഡി ലാംഗ്വേജിൽ ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുക. നല്ല രീതിയിൽ വെൽക്കം ആയിരിക്കുക, സ്മൈൽ ഇരിക്കുക, നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. അങ്ങനെ ഒരാളോട് സ്നേഹത്തോടെയും റെസ്പെക്റ്റോടെയും അതേസമയം കോൺഫിഡൻസോടു കൂടിയും നിൽക്കുന്ന രീതിയിലുള്ള ബോഡി ലാംഗ്വേജുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ 5ാമത് വളരെ നല്ലൊരു കാര്യം എന്ന് പറയുന്ന റാപ്പോ ബിൽഡ് ചെയ്യാനായിട്ട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, 2 പേർക്കും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പം പൊതുവേ ആൾക്കാർക്ക് നമ്മളോട് ഇഷ്ടം തോന്നും. ഒരേപോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളുണ്ടാവും, അല്ലെങ്കിൽ ഒരേപോലത്തെ പൊതുവേ ആൾക്കാർ ജാതി മതമൊക്കെ കൊണ്ടുവരാറുണ്ട്. നമ്മളൊരേ ജാതിക്കാണ്, അല്ലെങ്കിൽ നമ്മളൊരു മതമാണ് എന്നൊക്കെ കൊണ്ടുവരാറുണ്ട്. അതൊന്നും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും അതൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു പരിധി വരെ വർക്ക് ചെയ്യുകയും ചെയ്യും. കാരണം മനുഷ്യനെപ്പോഴും അവനവൻ്റെ കാര്യത്തിലുള്ള അവനവൻ്റെ സമുദായത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവനവൻ്റെ സൊസൈറ്റിയിൽപ്പെട്ട ആൾക്കാരോട് ഒരു പ്രത്യേക ഇഷ്ടം അല്ലെങ്കിൽ ഇത് തോന്നും. അത് നാച്ചുറലാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻസൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഏത് സഭയിലാണ് അല്ലെങ്കിൽ ഏത് പള്ളിയിലാണ് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതൊന്നുമല്ല, ഇപ്പോൾ കേരളത്തിൽ നിന്ന് വെളിയിൽ പോകുന്ന ആൾക്കാർ നമ്മൾ ഒരു മലയാളിയെ കാണുമ്പോൾ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പോകുന്ന ഒരു ഇന്ത്യനാണ് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം, അല്ലേ? അപ്പം നമ്മളുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിനോടുള്ള സിമിലാരിറ്റിയോട് നമുക്ക് എപ്പോഴും ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഫൈൻഡിങ് സിമിലാരിറ്റി എന്ന് പറയുന്നതും ഒരു റാപ്പോ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എമ്പതി ആൻഡ് റെസ്പെക്റ്റ്. അത് ഓഫ് കോഴ്സ് നമ്മളെപ്പോഴും ഒരാളോട് സംസാരിക്കുമ്പോൾ ഇത് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മളീ പറയുന്നത്. നമ്മൾ ആ മാനിപ്പുലേഷൻ ടാക്ടീസിനെ കുറിച്ചല്ല ഈ പറയുന്നത്. മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനകത്ത് മറ്റുള്ളവരോട് റെസ്പെക്റ്റോ എമ്പതി ഒന്നും അവിടെ വിഷയമല്ല. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയും മറ്റൊരുത്തനെ കൊന്നിട്ടാണെങ്കിലും നമ്മുടെ കാര്യം സാധിക്കുക എന്ന് പറയുന്ന ഒരു ടെൻഡൻസിയാണ്. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ പരിപൂർണമായുള്ള ഒരു റെസ്പെക്റ്റും മറ്റുള്ളവരോട് ഒരു സഹാനുഭൂതിയും ഒക്കെ ഉണ്ടാവും. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളൊരു ഹ്യൂമൻ ബീയിങ് ആണ്. ആ ഒരു ഹ്യൂമൻ എന്നുള്ള രീതിയിൽ അവർക്ക് നമുക്ക് ഈക്വൽ ഉള്ള റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം.
കൊടുത്ത് അതുപോലെ തന്നെ അവരോട് സഹാനുഭൂതി ഉണ്ടെങ്കിൽ അവരൊരു ഹ്യൂമൻ ബീയിങ് ആണ്. അവർക്കും ഈ പറഞ്ഞ പോലെ മാനുഷികമായ ദൗർബല്യങ്ങളും ഒക്കെ ഉള്ളവരാണ്. അവർ എല്ലാം തികഞ്ഞവരല്ല ഉള്ളവർ. ആ രീതിയിലുള്ളൊരു എമ്പതിയും നമുക്കുണ്ടായിരിക്കണം. ആ എമ്പതിയും റെസ്പെക്റ്റോടും കൂടി ആയിരിക്കണം നമ്മൾ ഒരാളുടെ ഇടപെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ ഒരു റാപ്പോ ബിൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധാരണ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ. ഇത് NLPയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. NLPയിലെ കാര്യമല്ല ഞാനീ പറയുന്നത്. NLPക്ക് പുറത്ത് ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് റപ്പോർട്ട് ബിൽഡ് ചെയ്യാനായിട്ട് ഉള്ള 6 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്.